മിസ്റ്റർ ആക്ടർ വിജയ്, സ്റ്റോപ്പ് ദിസ് ഡ്രാമ പ്ലീസ് പ്ലീസ്. ഞാൻ ഒരു വർഗീയതപരമായിട്ടോ ഒരു മതപരമായിട്ടോ സംസാരിക്കുന്നൊന്നല്ല. ഒരു ഇസ്ലാമിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് 5 നേരം നിസ്കാരം. ആ നിസ്കാരം അറിവില്ലാത്തവന് പഠിക്കാം. ആ പഠിക്കുന്നവൻ ആ മതം സ്വീകരിക്കണം. സ്വീകരിച്ച് പഠിച്ചിട്ട് ചെയ്യുന്ന സംഭവമാണ് നിസ്കാരം എന്ന് പറയുമ്പോഴത്തേക്ക്. ആ നിസ്കാരം ഒരുപാട് ആൾക്കാർ സ്നേഹിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഈ യൂറോപ്യൻ കൺട്രിയിലൊക്കെ 5 നേരം നിസ്കാരത്തിനും അതിലേക്കുള്ള വ്യായാമം കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. എല്ലാ മതക്കാരും റെസ്പെക്ട് ചെയ്യുന്നൊരു കാര്യങ്ങളാണ്. ആ ഒരു മതത്തിലുള്ള ഒരു 5 നേരം ചെയ്യുന്ന ഒരു നിസ്കാരത്തിന് ഒരു കളിയാക്കിയ പോലെ നിസ്കാരത്തിന് ഇങ്ങനെ കൈയും കാട്ടിച്ചിരിക്കുന്നത് അത്ര നല്ല കാര്യങ്ങളൊന്നല്ല വിജയ്. നിങ്ങളെ ഒരുപാട് മതം പറയുന്നല്ലേ, ഞാൻ ഒരുപാട് ആൾക്കാർ ആരാധിക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ സ്നേഹിക്കുന്നുണ്ട്. നല്ലൊരു ആക്ടറാണ് എല്ലാം എനിക്ക് തെരിയും. അവിടുത്തെ എന്ത് ശരിയല്ല. അതാ ಒಂದು മതത്തിന് എന്ത് കളിയാക്കിയ അങ്ങേ അതുപോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും സ്നേഹിച്ചും എല്ലാവരും ഈലായിട്ട് ഞാൻ പറയുന്നത്, ഈ ഒരു വീഡിയോ നമ്മുടെ വിജയ്ക്ക് എത്തിയില്ലെങ്കിൽ ആൾക്കാർ പരമാവധി എത്തിക്കണം. പ്ലീസ്, ഇത് നിർത്തണം. ഒരുപാട് ആൾക്കാർ ട്രോളാക്കിയും കാര്യങ്ങളൊക്കെ വരുന്നത് അതൊരു മതത്തിന് അവമാനമാണ്. ഞാൻ ഒരു വർഗീയതപരമായി പറയുന്നതല്ല, ഒരു മതത്തിനൊരു അവമാനമാവുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ ഇഷ്ടത്തോടും നിങ്ങൾ ഒരുപാട് സിനിമ കണ്ടതും എന്നും കാണാനുള്ളൊരു വ്യക്തിയായതുകൊണ്ട് ഞാൻ പറയുന്നുണ്ട്, ഇത് എത്രയും പെട്ടെന്ന് നിർത്തണം. ചില ആൾക്കാർ വിചാരിക്കും ഇവനൊരു വർഗീയത ആയതുകൊണ്ട് പറയാം, ഒരു നിസ്കാരത്തിന് ഒരാൾ അന്യം മതക്കാർ നിസ്കരിച്ച പ്രശ്നങ്ങളൊന്നുമില്ല. പ്രശ്നങ്ങളാണ്. ഒരു മതത്തിൽ ചേർന്ന് കൊണ്ട് നിസ്കരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അതൊരു പ്രശ്നവുമാണ്. അതിന് പള്ളിൻ്റെ അടുത്ത് വരുന്നതോ ഞങ്ങൾ ഈ ഒരു ഇസ്ലാമിക്കിൻ്റെ ഒരു കൾച്ചർ സ്നേഹിക്കുന്നത് ഏറ്റവും നല്ല കാര്യങ്ങളാണ്. അല്ല പറയില്ല, നമ്മളും ഒരുപാട് അന്യമതത്തിനൊക്കെ ബഹുമാനിക്കുന്നതാണ്. പക്ഷെ ഒരിക്കലും കളിയാക്കില്ല. ഇതൊരു കളിയാക്കിയത് പോലെ തോന്നുന്നത്, ഒരു എന്താ പറയുക, ഒരു ഡ്രാമ പോലെയാണ് തോന്നുന്നത്. ഒരു സ്നേഹം ഉണ്ടെങ്കിൽ അത് ഒരുപാട് ഈ ഇപ്പോൾ സംഭവം പറയുമ്പോഴത്തേക്ക് ഈ വിജയ് എന്ന വ്യക്തി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ചാരിറ്റി ആയാലും അത് ബാക്കിയുള്ള കാര്യങ്ങളായാലും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും ഒക്കെ ഒരുപാട് മതം നോക്കാതെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഡ്രാമ പോലെ കാണുന്നത്. അതും പറയുമ്പോഴത്തേക്ക് ഈ വിജയിൻ്റെ ഫാനാണ് ഞാൻ. ആ ഫാൻ എന്ന നിലയ്ക്ക് അണക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് തമിഴ് ശരിക്കാറില്ല, ഞാൻ തമിഴിൽ പറഞ്ഞേനെ. അതുകൊണ്ട് അറിയുന്ന ആൾക്കാർ ഇതൊന്ന് അറിയുന്ന ഭാഷയിൽ ഈ വിജയ്ക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് ഒരു അപേക്ഷയുണ്ട്. അതുകൊണ്ടാണ്, വേറൊന്നും കൊണ്ടല്ല. ഒരുപാട് കണ്ടതാ. പക്ഷേ ഇപ്പം ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഇടണ്ടെന്ന് വിചാരിച്ചതാ. പക്ഷേ വീഡിയോ ഇട്ടില്ലെങ്കിൽ, ഇത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ആൾക്കാരില്ല. ഇതുവരെ ആയിട്ട് ഇതാരും ഇയാൾക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ കുറേ നോക്കി ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നല്ല അറിയുന്ന ആൾക്കാരും നല്ല മലയാള അക്ഷര കൂടുതലുള്ള ആൾക്കാരും അതല്ലെങ്കിൽ തമിഴ് അറിയുന്ന ആൾക്കാരും ആരും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പറയാം. പിന്നെ എനിക്കറിയാതെ നിങ്ങൾ മതം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നമുക്ക് നിസ്കരിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ താട്ട കാണിക്കുന്നതൊക്കെ അതൊക്കെ നല്ല ഇതിനായി നിസ്കരിക്കുന്ന സമയത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാത്ത ആൾക്കാർ പറയാം, നിസ്കരിക്കുന്ന സമയത്ത് നിസ്കാരത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ടാണ്. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വിഷമായിട്ടുണ്ടെങ്കിൽ ഐ ആം വെരി സോറി. പക്ഷെ നിങ്ങൾ എൻ്റെ ഞാൻ എന്നും ഒരു ഫാനാവണം. കേരള ജനങ്ങളും തമിഴ്നാട്ടിലെ ഓൾ ഇന്ത്യ ആൾക്കാർ നിങ്ങൾ എന്നും ഫാനാവണം പറഞ്ഞാണ്. ഞങ്ങൾക്ക് അറിവില്ലാതെ എന്നിട്ടില്ല, ഒരു അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, നന്ദി, നമസ്കാരം.